അങ്ങനെ അനാമികയുടെയും കുടുംബത്തിന്റെയും രഹസ്യങ്ങളെല്ലാം തന്നെ ദേവയാനി പൊക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർ ആ സ്ഥലം വാങ്ങിച്ചു എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ദേവയാനിക്ക് അത് സത്യമാണോ എന്ന് അറിയണമായിരുന്നു. അങ്ങനെ ഇവരെല്ലാം കൂട്ടിക്കൊണ്ടുപോയി ആ സ്ഥലത്തെത്തിയും അങ്ങനെ അത് പൊളിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സ്വർണം മുഴുവനും അവര് കടമിട്ടാൻ തന്നെ മേടിച്ചാണെന്നുള്ള സത്യങ്ങളും നമ്മുടെ ദേവയാനി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ജാനകിയുടെയും മറ്റെല്ലാവരുടെ മുമ്പിൽ അനാമികയുടെ കള്ളത്തരങ്ങളെല്ലാം ഓരോന്നോരോന്നായി പൊളിഞ്ഞു വീണോണ്ടിരിക്കുകയാണ്. അനി പറയുന്നുണ്ട്, ഞാൻ അന്നേ അമ്മയോട് പറഞ്ഞതല്ലേ ഇവള് പക്കാ ഫ്രോഡാണെന്ന്. അപ്പൊ അമ്മ വിശ്വസിച്ചില്ലല്ലോ, ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാണ്. ജാനകിക്ക് ഒന്നും പറയാനില്ലാതെ തലയും കുണിച്ച് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് ദേവയാനി പറയാണ്, ശരിയാണ്, ഞാനും ആദ്യമൊക്കെ കാശില്ലെന്ന് പറഞ്ഞ് ഒരുപാട് നയനയും നവിയുമൊക്കെ താത്ത് കേട്ടിട്ടുണ്ട്. പക്ഷെങ്കില് കാശല്ല അത്യാവശ്യം, ഒരാളുടെ സ്വഭാവ ഗുണം തന്നെയാണ് നമുക്ക് അത്യാവശ്യം. നമ്മളുടെ മരുമക്കളായിട്ട് കയറി വരുന്നവർക്ക് അതിന്റെ ഗുണവും ആ ഒരു സ്നേഹവും മനസ്സും മാത്രം ഉണ്ടായാൽ മതി. കാശിലൊന്നും യാതൊരു കാര്യമില്ല എന്ന് ജാനകിയെ പറഞ്ഞ് മനസ്സിലാക്കാണ് ദേവയാനി. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, നയനയ്ക്കും നവിക്കും ഒക്കെ ആ ഒരു മനസ്സും ഗുണങ്ങളും സ്നേഹവും എല്ലാം ഉണ്ട്. പക്ഷെങ്കില് നിന്റെ മരുമകൾക്ക് അതുണ്ടെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയുമ്പം ജാനകി പറയാണ്, എന്റെ മോള് പാവാണ്, ഇച്ചിരി എടുത്തിയാട്ടൊക്കെ ഉണ്ട്, കുറച്ച് ദേഷ്യമുണ്ട്, അത് പിന്നെ അവള് ഒറ്റമോളായിട്ട് വളർന്നതല്ലേ, അതുകൊണ്ടായിരിക്കാം. ദേവയാനി പറയാണ്, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നില്ല. കാരണം പല സംഭവങ്ങളും ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ദാ നീ ഇതൊന്ന് നോക്കെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ദേവയാനി ജാനകിയെ കാണിച്ചു കൊടുക്കാണ്. നോക്കുമ്പം അത് മറ്റൊന്നും അല്ലാട്ടോ, അന്ന് ആ പാർക്കില് മറ്റൊരു പയ്യന്റെ കൂടെ നമ്മളെ അനാമിക ടൈം സ്പെൻഡ് ചെയ്തിരുന്നല്ലോ, ആ ഒരു വീഡിയോ ആണ് കാണിച്ചു കൊടുത്തത്. കണ്ടോ, ഇങ്ങനെയൊരു അഴിഞ്ഞാട്ടക്കാരിയാണ് നിന്റെ മരുമകൾ. ഈ ഒരു സംഭവങ്ങളൊക്കെ നേരത്തെ ഞാൻ അറിഞ്ഞതാണ്. ഇത് നിന്റെ മകൻ അനി തന്നെ നേരിട്ട് പോയി എടുത്തോണ്ട് വന്ന വീഡിയോ ആണ്. ഇങ്ങനെ പല സന്ദർഭങ്ങളിലും പല സ്ഥലത്ത് വെച്ചും പലരും നിന്റെ അനാമിക മോളെ കണ്ടിട്ടുണ്ട്. അതൊന്നും ആരും പുറത്ത് പറയുന്നില്ല എന്ന് മാത്രം. നമ്മുടെ ഈ കുടുംബത്തിനും തറവാട്ടിനും ഒരു അന്തസ്സും ഒരു പേരും ഒക്കെ ഉണ്ട്. അതെല്ലാം നശിപ്പിക്കാനാണ് നിന്റെ മരുമകളുടെ ഉദ്ദേശമെന്നൊക്കെ ദേവയാനി പറയാണ്. ജാനകിക്ക് പറയാൻ മറുപടിയൊന്നും ഇല്ലാതെ അവിടെ വായും പൊളിച്ച് നിൽക്കുന്നുണ്ട്. ഈ ഒരു സമയത്തായിരിക്കും ദേവയാനിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അത് ദേവയാനിയുടെ ആ ഒരു പഴയ സുഹൃത്തായിരിക്കും. എന്താ നീ വിളിച്ചതെന്ന് ചോദിക്കാണ് ദേവയാനി. ഞാനൊരു അത്യാവശ്യ കാര്യം പറഞ്ഞിട്ടാണ് വിളിച്ചത്. നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് വന്ന് കയറിയ മരുമകളില്ലേ അനാമിക, നമ്മുടെ അനിയുടെ ഭാര്യ, അതെ, എന്താന്ന് ചോദിക്കാണ്. അത് പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാന് കുറച്ച് വർക്കിലായിരുന്നു, ആ സമയത്ത് കണ്ടെടുത്ത ഒരു ഫോട്ടോയാണെന്നും പറഞ്ഞിട്ട് ഞാനിപ്പോൾ തന്നെ ദേവിയുടെ ഫോണിലേക്ക് ആ ഫോട്ടോ അയച്ചു തരാമെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ കിട്ടാക്കാണ്. ജാനകി ചോദിക്കാണ്, എന്താ ഏട്ടത്തി, ആരാ വിളിച്ചേ? അത് പിന്നെ എന്റെ പഴയൊരു ഫ്രണ്ടാണ് സൂസൻ, നിനക്കറിയില്ലേ? അവള് പറഞ്ഞു അനിയുടെ ഭാര്യയിലെ അനാമിക ഒരു ഫോട്ടോ കിട്ടി അയച്ചു തരാന്നൊക്കെ പറയുന്നു. എന്താ സംഭവം എനിക്ക് അറിയില്ലെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ദേവിയുടെ ഫോണിലേക്ക് ആ ഒരു ഫോട്ടോ വരുന്നുണ്ട്. അവരെ ഫോട്ടോ എടുത്ത് നോക്കുമ്പോഴേക്കും ദേവിയാനിയും ജാനകിയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി വിറച്ചു പോകുന്നുണ്ട്. കാരണം അനാമികയും മറ്റൊരു പയ്യനുമായിട്ട് വിവാഹം കഴിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് അതിലുള്ളത്. ജാനകി പറയാണ്, എടത്തി, ഇതൊക്കെ ഫേക്ക് ആയിരിക്കും, ഇങ്ങനെയൊക്കെ എത്രയോ പേര് കെട്ടിച്ചവച്ചിറക്കുന്നു, ഇതൊക്കെ സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറയാണ്. അപ്പോഴേക്കും സൂസൻ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ദേവേനി ചേച്ചി, ഞാനേ ഇതിപ്പോ കണ്ടതാ, ഇത് കണ്ടപാടെ ഞാൻ ഞെട്ടിപ്പോയിന്ന് പറയുന്നുണ്ട്. അല്ല സൂസൻ, നിനക്കിത് എവിടുന്നാ കിട്ടിയെന്ന് ചോദിക്കാണ്. അതൊക്കെയുണ്ട്, അത് മാത്രമല്ല മറ്റൊരു സംഭവം കൂടിയുണ്ട്. ഈ പയ്യനുമായിട്ട് ഇവള് ഡിവോഴ്സ് ചെയ്തിരുന്നു. അതിന്റെ പേരില് 10 കോടി രൂപയാണ് ജീവനാംശമായിട്ട് മേടിച്ചത്. അതിന്റെ ഫോട്ടോ കൂടി ഞാൻ അയക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ട് അതും കൂടി അയക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ദേവേനിക്കും ജാനകിക്കും ശരിക്കും എന്താ സംഭവിക്കുന്നതിൽ മനസ്സിലാവാതെ നിൽക്കാൻ കേട്ടോ. അങ്ങനെ ആ ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള എഗ്രിമെന്റ് പേപ്പേഴ്സും അതിലുള്ള ഇവരുടെ സൈനും എല്ലാം കാണുകയാണ്. ശരി സൂസൻ, ഞാൻ നിന്നെ ഇപ്പൊ വിളിക്കാന്നും പറഞ്ഞിട്ട് കട്ടാക്കുന്നുണ്ട് ദേവയാനി പറയാണ്, നീയല്ലേ പറഞ്ഞത് ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്താണെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? കണ്ടോ, ഇത് ഫേക്കൊന്നുമല്ല, സത്യമാണ്. നിന്റെ മരുമകളുടെ കല്യാണമേ ഒരു തവണ കഴിഞ്ഞതാ. നിന്റെ മകനെയും നമ്മളെയൊക്കെ അവള് ശരിക്കും പറ്റിച്ചു. അവള് മാത്രമല്ല, അവളുടെ വീട്ടുകാരും. അവക്ക് കാശുണ്ടെന്നൊക്കെ പറഞ്ഞതൊക്കെ ചുമ്മാതാണെന്ന് നിനക്ക് മനസ്സിലായിരുന്നല്ലോ. അതുപോലെ തന്നെ ആ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞത് ചുമ്മാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഇതും നീ വിശ്വസിച്ചേ പറ്റുള്ളൂ. ഇതൊക്കെ സത്യം തന്നെ ആയിരിക്കും എന്ന് പറയാണ്. എങ്കിലും നമ്മളൊന്നും അന്വേഷിക്കാതെയും പറക്കാതെയും ഇതിനെക്കുറിച്ചൊക്കെ ഇതങ്ങനെ ഇതാക്കേണ്ട കാരണം ചോദിക്കുമ്പോ നിക്ക് ഈ എഗ്രിമെന്റ് പേപ്പറിൽ ആ പയ്യന്റെ അഡ്രസ്സും പൂർണ്ണ വിവരങ്ങളും ഉണ്ട്, നമുക്കൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാന്നും പറഞ്ഞിട്ട് ജാനകിയും ദേവയാനിയും കൂടി മുറിയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇരുന്ന് ആ അഡ്രസ്സുള്ള പയ്യനെ തപ്പി കണ്ടുപിടിക്കാണ്. അതിനുശേഷം അവരെ പയ്യനെ കോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഇതുപോലെ തന്നെ ഞങ്ങൾ നാട്ടിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് സംസാരിക്കാണ്. നിങ്ങളുടെ എക്സ് വൈഫിനെ കുറിച്ച് ഒന്ന് പറയാമോ എന്ന് ചോദിക്കാണ്.
അപ്പോഴേക്കും ആ പയ്യൻ പറയുന്നുണ്ട്, എന്തിനാ അതിനെക്കുറിച്ചൊക്കെ ഇപ്പൊ അന്വേഷിക്കുന്നത്? അതൊക്കെ എന്റെ അടഞ്ഞ അധ്യായമാണ്. സ്നേഹം കാണിച്ച് എന്റെ പിന്നാലെ നടന്ന് എന്നെ വിവാഹം കഴിച്ചു. പക്ഷെ പിന്നെ മനസ്സിലായത് എന്റെ സ്വത്തുക്കൾ മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന്. അവൾക്ക് വേറെ ഒരുപാട് ബോയ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവസാനം അടിയും വഴക്കും ബഹളമൊക്കെ ഉണ്ടാക്കി എന്റെ വീട്ടില് ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാക്കി. എന്നിട്ട് അവസാനം അവൾ എന്റെ വീട്ടിൽ നിന്ന് തന്നെ പോവാണെന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഡിവോഴ്സിന് അപ്ലൈ ചെയ്തു. 10 കോടി രൂപ ജീവനാംശമായിട്ട് വേണമെന്ന് പറഞ്ഞ് അതും വാങ്ങിച്ചു എന്ന് പറയുന്നുണ്ട്. അല്ല, ഈ പറഞ്ഞ പെൺകുട്ടിയുടെ ഫോട്ടോ വല്ലതും ഉണ്ടോ? ഞങ്ങളൊരു ഫോട്ടോ അയച്ചു തരാം, ആ കുട്ടിയാണെന്ന് നോക്കാമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയണം, എന്താ പ്രശ്നം എന്ന് ചോദിക്കാണ്. അവള് അവിടെയും വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ ദേവേനി പറയുന്നുണ്ട്, അതെ, ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഫോട്ടോ അയച്ചു തരുന്നത്, അത് നോക്കിയിട്ട് കൺഫേം ചെയ്യാമോ എന്ന് ചോദിക്കാണ്. അങ്ങനെ വേണുവും നമ്മുടെ അനാമികയും രേവതിയും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ അയച്ചു കൊടുക്കാണ്. കാരണം അനാമികയെ പോലെ മറ്റുള്ളുണ്ടെങ്കിലോ, അതുകൊണ്ട് തന്നെ ഇവർ രേവതിയുടെ വേണുവിന്റെയും കൂടെ ഫോട്ടോ ഒരുമിച്ച് അയച്ചു കൊടുക്കാണ്. അത് കണ്ടുടനെ ആ പയ്യൻ വിളിക്കുന്നുണ്ട്, അതെ, ഇവള് തന്നെയാണ് ആള്. നിൽക്കുന്ന അവളുടെ അച്ഛനുണ്ടല്ലോ, ഈ ഭൂലോക ഫ്രോഡ് അവൻ തന്നെയാ. അവനാണ് ഇതെല്ലാത്തിനും കാരണക്കാരൻ. അവനും അവന്റെ ഭാര്യയും ഒരു മോളുണ്ട്. ആ മോളെ വെച്ച് എങ്ങനെ കാശുണ്ടാക്കാന്നാണ് അവരുടെ പ്ലാനിങ്. പല സ്ഥലങ്ങളിലും ഇങ്ങനെ പലതും ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെയാണോ ആദ്യമേ വിവാഹം കഴിച്ചെന്ന് പോലും എനിക്കറിയില്ല. ഇപ്പൊ എവിടെയാണെന്നും ഞാൻ അന്വേഷിക്കാറുകൂടിയില്ല. അന്ന് എന്റെ കയ്യിൽ നിന്ന് ആ കാശ് മേടിച്ചുകൊണ്ട് പോയതാണ്. ഏകദേശം 3-4 വർഷമായി ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞ് ഡിവോഴ്സ് ചെയ്തിട്ട്. വെറും 3 മാസം മാത്രമേ എന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ആ കാലയളവുകൊണ്ട് തന്നെ എന്നെ ഒരുപാട് ദ്രോഹിച്ചു. അങ്ങനെ വിവാഹം കഴിഞ്ഞ ഏകദേശം 8-9 മാസം കഴിഞ്ഞപ്പോഴാണ് ഡിവോഴ്സ് ക്ലിയർ ആയതെന്ന് പറയുന്നുണ്ട്. അതിൽ പിന്നെയാണ് എന്റെ ജീവിതത്തിന് ഒരു സമാധാനമൊക്കെ ഉണ്ടായത്. ശേഷം ഞാൻ വേറെ വിവാഹം കഴിച്ചു. ഇപ്പൊ സന്തോഷമായിട്ട് ജീവിക്കുകയാണ് എന്നും പറയുന്നുണ്ട്. ദേവേനി പറയാണ്, എന്തായാലും ഈ കുട്ടി ഇവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തത്. എന്തായാലും സത്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു, ഇനി സമാധാനമുണ്ട്, നിങ്ങൾ ഇനി ഡിസ്റ്റർബ് ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് ദേവേനി ഫോൺ കട്ടാക്കുന്നുണ്ട്. ജാനകിയോട് ചോദിക്കാണ്, അല്ല ജാനകി ഇപ്പൊ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ജാനകി ഇരുന്ന് കരയുന്നുണ്ട്. ദേവേനി പറയാണ്, ഇനി ഇപ്പൊ കരഞ്ഞിട്ട് എന്താ കാര്യം? അല്ല ചേച്ചി, എന്റെ മോന്റെ ജീവിതം അവൻ നശിച്ചു പോയില്ലേ? വേറെ ഒരു വിവാഹം കഴിച്ച് അവനെ ഡിവോഴ്സ് ചെയ്ത് കുറെ പേരോടെ കറങ്ങിയവളാണല്ലോ ഇവിടെ വന്ന് കയറിയെന്ന് ചോദിക്കാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അവളുടെ ലക്ഷ്യം പണം തന്നെയാ. അവളെ ഇതുപോലെ വഷളാക്കി വിട്ടത് ആ അങ്ങേരാണ്, ആ വേണു. അവനാണ് ഇതിനെല്ലാത്തിനും കാരണക്കാരൻ എന്നും ദേവയാനി പറയാണ്. ദേവയാനിയും ജാനകിയും കൂടെ കൂടിയിട്ട് അനാമികയെ തളയ്ക്കാനായിട്ട് ഒരു പ്ലാനിങ് ചെയ്യുന്നുണ്ട്. ആ ഫോട്ടോയും ആ ഒരു സർട്ടിഫിക്കറ്റും ഒക്കെ ഇവർ ഫ്രെയിം ചെയ്തെടുക്കാണ്. ശേഷം അത് ഒരു ഗിഫ്റ്റ് റാപ്പിൽ പൊതിഞ്ഞിട്ട് അവർ നേരെ അനാമികയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അനാമിക ഹാളിലിരുന്ന് ചായ കുടിക്കായിരിക്കും. ഈ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങനെയുള്ള എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഹാളിൽ ഇരിക്കുന്നുണ്ട്. ടീ ടൈം ആണല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ നിന്ന് ചായ കുടിച്ചോണ്ടിരിക്കായിരിക്കും. ഈ സമയത്ത് ഇതെന്താ വല്യമേ എനിക്ക് ഗിഫ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ മോള് തുറന്നു നോക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് തുറന്നു നോക്കാണ് നമ്മുടെ അനാമിക. അത് കണ്ടപാടെ അവൾ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട്. ജാനകി ചോദിക്കാണ്, അല്ല മോളെ, മോൾക്ക് ഇയാളെ അറിയോ? ഇത് മോളാണോ? ഏയ് അല്ലമ്മേ, ഇത് ഞാനല്ല, ഇതാരോ ക്രിയേറ്റ് ചെയ്ത ഫോട്ടോയാണ് എന്ന് പറയുമ്പോഴേക്കും വേറെ 3-4 ഫോട്ടോസ് കൂടി ദേവേനി കാണിച്ചു കൊടുക്കാണ്. കല്യാണ ചടങ്ങിൽ വേണും രേവതി നിൽക്കുന്നതും അങ്ങനെ കുറെ ഫോട്ടോസ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ക്രിയേഷൻ ആണെന്ന് നീ പറയുമെന്ന് ചോദിക്കാണ്. അല്ല, നിന്റെ സൈൻ എന്താണെന്ന് ഞങ്ങൾക്കറിയാം, ദാ ഈ പേപ്പറുള്ള ഈ സൈന് അത് ഒറിജിനൽ അല്ലേ എന്ന് ചോദിക്കാണ്. തന്റെ കള്ളത്തരങ്ങളെല്ലാം പിടിക്കപ്പെട്ടെന്നുള്ള കാര്യം അനാമികയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ദേവേനി പറയാണ്, ഇനി നീ കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട, എല്ലാ സത്യങ്ങളും ഞങ്ങൾ അറിഞ്ഞു, എല്ലാ കാര്യങ്ങളും അറിയേണ്ടതെല്ലാം ഞങ്ങളെ വിളിച്ച് ചോദിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശൻ ചോദിക്കാണ്, എന്താ ദേവയാനി, എന്താ പ്രശ്നം? അപ്പോഴേക്കും ജാനകി കരഞ്ഞുകൊണ്ട് പറയാണ്, അച്ഛാ, നമ്മളുടെ എല്ലാ പ്രതീക്ഷകളും എല്ലാം തകർന്നു. എന്റെ മോന്റെ ജീവിതം അവതാളത്തിലായി. അവന്റെ ജീവിതം ഇനി ഒരിക്കലും ഗതിപിടിക്കാൻ പോണില്ല എന്നും പറഞ്ഞ് വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കാണ്, എന്താ ജാനകി, എന്താ പ്രശ്നം എന്ന് പറ, നീ കരയാതിരിക്കുക എന്ന് പറയുന്നുണ്ട്. ദേവയാനി ആ ഫോട്ടോസ് എല്ലാം കാണിക്കാണ്. ദാ ഈ നിൽക്കുന്ന ഒരുമ്പട്ടവളുടെ കല്യാണം ഒരു തവണ കഴിഞ്ഞതാ. ഒരു തവണയാണോ 5 തവണയാണെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. അത്രയ്ക്കുണ്ട് ഇവളുടെ കഥകളൊക്കെ. ആ സ്വർണ്ണ കേസും ആ സ്ഥലക്കേസും എല്ലാം കള്ളാണെന്ന് പൊളിഞ്ഞു. ദാ ഇവളുടെ സ്വഭാവവും കള്ളത്തരം തന്നെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. പണ്ട് ആനി പാർക്കിലിരുന്ന് ഇവള് ഒരാളുടെ കൂടെ കൊഞ്ചിക്കൊള്ളുന്ന വീഡിയോസ് എടുത്ത് എല്ലാവരും കാണിച്ചിരുന്നു. പക്ഷെ അന്നൊന്നും അതാരും വിശ്വസിച്ചു പോലില്ല. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. ദാ ആ പയ്യനുമായി ഡിവോഴ്സ് ചെയ്യുന്ന സമയത്ത് 10 കോടി രൂപ ജീവനാംശം ചോദിച്ചതിന്റെ ആ ഒരു പേപ്പേഴ്സാണിത് എന്ന് പറഞ്ഞ് ദേവയാനി കാണിക്കുന്നുണ്ട്. അനാമിക ഒന്നും മിണ്ടാതെ തലകുണിച്ച് നിൽക്കായിരിക്കും. ഈ ഒരു സമയത്ത്
മുത്തശ്ശൻ ചോദിക്കാണ്, അനാമികയെ എന്താ ഇതൊക്കെ? ഇതൊക്കെ സത്യമാണോ? നിന്റെ വിവാഹം മുന്നേ കഴിഞ്ഞതാണോ എന്ന് ചോദിക്കാണ്. അയ്യോ മുത്തശ്ശ, ഇതൊക്കെ ഫേക്കാണ്, ഞാനല്ല, ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. എന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. എനിക്ക് 10-23 വയസ്സല്ലേ ഉള്ളൂ. അതിനു മുന്നേ ഞാൻ എങ്ങനെ വിവാഹം കഴിക്കാനാ? അയാൾ പറഞ്ഞ പ്രകാരം 3 വർഷം മുന്നേ എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊന്ന് 10-20 വയസ്സല്ലേ ഉള്ളൂ. അതിനിടയ്ക്കൊക്കെ അതൊക്കെ വെറും ഫേക്കാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ദേവേനി പറയാണ്, എങ്കിൽ നിങ്ങളെല്ലാവരും അറിയാത്ത മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇവക്ക് 23 വയസ്സല്ല, 29 വയസ്സുമായി. നമ്മുടെ അനിയെക്കാട്ടിലും മൂത്തതാണ് ഇവള്. കണ്ട കൊച്ചുകുട്ടികളെന്നൊക്കെ പറയും, പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഇവക്ക് നല്ല പ്രായമുണ്ട്, നയനേക്കാട്ടിലും പ്രായമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം എന്നും പറയാണ്. ഇവളുടെ ഈ ഒരു ക്യാരക്ടർ വെച്ചാണ് ഇവളെല്ലാവരെയും വലയിലാക്കുന്നത്. പ്രായം ചെറുപ്പമാണെന്നും പറഞ്ഞ് കാണിച്ചിട്ട് ഇവളെല്ലാവരെയും വശത്താക്കാണെന്നും ദേവേനി പറയുന്നുണ്ട്. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് അനാമിക വീണ്ടും വീണ്ടും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ജാനകി ആയിരിക്കട്ടോ അവളുടെ കവിളത്തൊന്ന് പൊട്ടിക്കുന്നത്. ചി, മിണ്ടിപ്പോകരുത്. നിന്റെ കള്ളത്തിലെല്ലാം ഞങ്ങൾ മനസ്സിലാക്കി. നിന്റെ പഴയ ഹസ്ബൻഡ് ഉണ്ടല്ലോ, ഈ അഡ്രസ്സിൽ കാണുന്ന ആള്, അയാളെ ഞങ്ങൾ വിളിച്ചു ചോദിച്ചു. അയാൾ അപ്പൊ കുറെ ഫോട്ടോസൊക്കെ തന്നു. നിന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെയുള്ള എല്ലാ ഫോട്ടോസും, അവിടെ നീ ഉണ്ടാക്കിയ അടിയും പ്രശ്നത്തെക്കുറിച്ചും എല്ലാം അയാൾ പറഞ്ഞു. നിന്റെ ഡിവോഴ്സായ കാര്യവും പറഞ്ഞു. നീ എന്നിട്ടും ഞങ്ങളുടെ മുമ്പിൽ ഷോറക്കാൻ നോക്കാണോ? മര്യാദയ്ക്ക് ഇറങ്ങടി ഇവിടുന്ന് എന്ന് പറയുന്നുണ്ട്. ദേവേനി പറയാണ്, അതെ, എല്ലാ സത്യങ്ങളും ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഇനി നീ കൂടുതൽ വളച്ചിരുന്ന് എടുക്കണ്ട. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കോ, അതായിരിക്കും നിനക്ക് നല്ലത്. അല്ലെങ്കിൽ പിന്നെ അടിച്ച് ഞങ്ങൾ ഇറക്കേണ്ടി വരും എന്ന് പറയാണ്. അപ്പോഴേക്കും അനാമികയ്ക്ക് മനസ്സിലായി തന്റെ എല്ലാ കളത്തരങ്ങളും പൊളിഞ്ഞു വീണിരിക്കുകയാണ്. ഇനി തനിക്കൊരു രക്ഷയില്ല. എന്തൊക്കെ പറഞ്ഞാലും ആരും വിശ്വസിക്കാനും പോണില്ല. പക്ഷേ തനിക്ക് നേടേണ്ടതൊന്നും താൻ നേടിയിട്ടുമില്ല എന്നവൾ ആലോചിക്കാണ്. എന്നിട്ട് അനാമിക പറയുന്നുണ്ട്, ശരിയാ, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാ. ഞാൻ നേരത്തെ ഒന്ന് വിവാഹം കഴിച്ചതാ. എന്റെ 2ാം വിവാഹമാണ് അനി. അത് മാത്രമല്ല, എനിക്ക് വേറെ ബോയ് ഫ്രണ്ട്സും ഉണ്ട്. 1 അല്ല 3-4 ബോയ് ഫ്രണ്ട്സും ഉണ്ട്. അങ്ങനെ തന്നെയാണ് എന്റെ ജീവിതം. എനിക്ക് ആവശ്യം കാശാണ്, അല്ലാതെ ഇവനെ പോലെ ഒരുത്തനൊന്നും അല്ല എന്ന് അനിയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അനി പറയാണ്, കണ്ടോ, എല്ലാവരോടും ഞാൻ പറഞ്ഞതല്ലേ ഇവളുടെ സ്വഭാവത്തെ പറ്റി. അന്നൊന്നും ആരും വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ എന്താ അവളുടെ ക്യാരക്ടർ എന്ന്? നേരത്തെ കല്യാണം കഴിഞ്ഞിട്ട് എന്നെ പറ്റിക്കുകയെന്ന് ഇവള് ഇന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അനി പറയാണ്, ഇവള് ഒരു കല്യാണം കഴിച്ചത് മറച്ചു വെച്ചിട്ട് എന്നെ വിവാഹം കഴിച്ചു. അതിന്റെ പേരിൽ ഇവൾക്കെതിരെ കേസ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ജയൻ പറയാണ്, അത് വേണം. വഞ്ചനാക്കുറ്റത്തിന് അച്ഛനും മോളും അമ്മയും കൂടി അകത്തുടക്കട്ടെ എന്ന് പറയാണ്. അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിച്ചോ, അതിനെല്ലാം എതിർക്കാനുള്ള ശക്തി എനിക്കുണ്ട്. അത് മാത്രമല്ല, എനിക്ക് ജീവനാംശം കിട്ടിയേ പറ്റുള്ളൂ. അതും ഞാൻ ചോദിക്കുന്ന തുക. ആ കാശ് കിട്ടിയാ ഞാൻ ഒഴിഞ്ഞു പൊക്കോളാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കാണുമെന്ന് പറയാണ്. അപ്പോഴേക്കും താഴേക്ക് ഇറങ്ങി വന്നിട്ട് അനി അവളുടെ കവളത്ത് ആഞ്ഞൊരെണ്ണം കൊടുത്തിട്ട് കയ്യെ പിടിച്ച് ഇറക്കിടാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്ത് അവന്റെ കൈ തട്ടി മാറ്റിയിട്ട് അവള് പറയാണ്, അങ്ങനെ എന്നെ ഈ വീട് നിരക്കിടാൻ ശ്രമിച്ചാലേ ഞാൻ ഇവിടെ തന്നെ ആത്മഹത്യ ചെയ്യും. അപ്പൊ പിന്നെ സ്ത്രീ പീഡനവും ഗാർഹിക പീഡനവും എല്ലാം കൂടി കൂടിയിട്ട് മൂർത്തീസ് ജ്വല്ലറിയും അനന്തപുരിയും ആകെപ്പാടെ പൊളിഞ്ഞു വീഴും എന്ന് അവൾ പറയുന്നുണ്ട്. പേരുദോഷവും കാരണം നിങ്ങൾക്കെല്ലാം ആത്മഹത്യ ചെയ്യേണ്ടി വരും. അത്രത്തോളം ഞാൻ ഒപ്പിച്ചു വെക്കാൻ ചെയ്യും. ലൈവായിട്ട് തന്നെ ഞാൻ എൻ്റെ ഇത് എല്ലാവരെയും കാണിക്കുമെന്നും അവൾ പറയാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് എല്ലാവരും അനുസരിച്ചോ. ജീവനാംശമായിട്ട് എനിക്ക് 50 കോടി രൂപ വേണം എന്ന് പറയുന്നുണ്ട്. ജാനകി ചോദിക്കാണ്, നിനക്ക് 50 കോടി എന്നാൽ എന്താണെന്നെങ്കിലും അറിയാവൂടി, എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? അറിയാമെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് ആ തുക കിട്ടിയേ പറ്റുള്ളൂ. ആ തുക കിട്ടിയാ നിങ്ങളുടെ മോനെ ഇട്ടിട്ട് ഞാൻ പോയിക്കോളാം. അല്ലാതെ ഞാൻ ഇവിടുന്ന് പോകുന്നേ നിങ്ങൾ കരുതണ്ട. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയ ആ നിമിഷം തന്നെ ഞാൻ എല്ലാവർക്കും മീഡിയാസിനെയൊക്കെ വിളിച്ചു വരുത്തി എന്നെ നിങ്ങളിട്ട് പീഡിപ്പിക്കുകയാണെന്ന് പറയുമെന്ന് പറയുന്നുണ്ട്. ദേവേനി പറയാണ്, അങ്ങനെയൊന്നും നീ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കണ്ട. നിന്റെ വിവാഹം നേരത്തെ കഴിഞ്ഞാലുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ എന്റെ കയ്യിലുണ്ട്. അപ്പോഴേക്കും അനാമിക പറയാണ്, അതൊക്കെ ഫേക്കാണെന്ന് തെളിയിക്കാന് എനിക്കൊരു നിമിഷം മതി. ആ ഫോട്ടോസൊക്കെ AI ആണെന്ന് തെളിയിക്കാനും എനിക്കൊരു നിമിഷം മതി. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും വെച്ച് എന്നെ ഇതാക്കാൻ നോക്കണ്ട. അല്ലെങ്കിൽ ഞാനേ ഒരു ഡയലോഗ് അടിക്കും. അങ്ങനെ ഞാൻ നേരത്തെ വിവാഹം കഴിച്ചാണെന്ന് അറിഞ്ഞിട്ടാണ് അനി എന്നെ പ്രണയിച്ച് വിവാഹം കഴിച്ചതെന്ന് ഞാനൊരു നമ്പർ അങ്ങോട്ട് ഇറക്കും. അപ്പൊ പിന്നെ നിങ്ങളുടെ വഞ്ചനാക്കുറ്റമൊക്കെ അങ്ങ് മായിക്കോളും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ചോദിച്ച കാശെന്നാ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം. എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇവനെയും എനിക്ക് യാതൊരു താല്പര്യമില്ല എന്നും അനാമിക പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അനാമിക മുകളിലേക്ക് കയറിപ്പോയി വാതിൽ വലിച്ചടയ്ക്കുന്നുണ്ട്.
ദേവേനി പറയാണ്, എന്തൊരു പെണ്ണാ ഇവള്, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എന്തെങ്കിലും ഒരു കുലുക്കമുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. അജയൻ പറയാണ്, ഏയ് അവക്ക് അങ്ങനെയൊന്നും ഇല്ല, അത്ര നല്ല പെണ്ണും അല്ല അവള്. അതിപ്പോ എല്ലാവർക്കും മനസ്സിലായില്ലേ. കുറെ കാലം കൊണ്ട് എല്ലാരും പറയുന്നുണ്ട് അവളുടെ സ്വഭാവത്തെ പറ്റി. ഇപ്പൊ എന്തായാലും എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ എന്താണ് അവളുടെ സ്വഭാവം എന്ന്. ജാനകി, 50 കോടി രൂപ എടുത്തങ്ങോട്ട് കൊടുക്ക് നിന്റെ മരുമകൾക്ക്. നിനക്കായിരുന്നല്ലോ അവളെന്ന് വെച്ചാ പ്രിയം. ഇപ്പൊ മനസ്സിലായില്ലേ എന്താണ് അവളുടെ സ്വഭാവം എന്ന്. ആ പൈസ കൊടുക്കാതെ അവളോടൊന്ന് പോവില്ലെന്നാ പറഞ്ഞേക്കുന്നേ. അങ്ങനെ നമ്മൾ ഏറെക്കുറെ ശ്രമിച്ചാലേ അവൾ ആത്മഹത്യ ചെയ്യും. അതോടുകൂടി അനന്തപുരിയുടെ മൂർത്തിസ്റ്റുകൾക്ക് സൽപ്പേരിടിഞ്ഞു വീഴുമെന്ന് അവക്കറിയാം. അവളെല്ലാം തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്, അവളും അവളുടെ അച്ഛനും അമ്മയും എല്ലാം. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവളൊന്നും അംഗീകരിക്കാനും പോകുന്നില്ല. എന്താന്ന് വെച്ചാ എല്ലാവരും കൂടെ തീരുമാനിക്കുന്നു പറഞ്ഞിട്ട് അജയൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ദേവിയാനി മുത്തച്ഛനോട് ചോദിക്കുന്നുണ്ട്, അല്ലച്ച നമ്മൾ ഇനിയിപ്പോ എന്ത് ചെയ്യും? നമ്മുടെ അനിയുടെ ലൈഫാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവളാണെങ്കിലോ ഇങ്ങനൊരു തീരുമാനം പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, അങ്ങനെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തും കൊടുത്ത് അവളെ ഇവിടുന്ന് വിടേണ്ട കാര്യമൊന്നും എനിക്കില്ല. എന്താ ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം. അവളിപ്പോ ഭീഷണി മുഴക്കിയിരിക്കല്ലേ, അതിനെല്ലാം 8ന്റെ പണി തിരിച്ച് ഞാൻ അവൾക്ക് കൊടുക്കും. അവള് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത പണിയെന്ന് മുത്തശ്ശൻ പറയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് പേരെ കണ്ടിട്ടാണ് ഞാൻ ഇത്രത്തോളം എത്തിയത്. അതുകൊണ്ട് അവൾ എന്നെ പേടിപ്പിക്കാൻ ശ്രമിക്കണ്ട. അവൾക്കിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം. അതോർത്ത് നിങ്ങളാരും വിഷമിക്കണ്ട. അനിമോനെ, നീ വിഷമിക്കണ്ട. നിന്റെ ജീവിതത്തിൽ നിന്ന് അവൾ ഒഴിഞ്ഞു പോയിന്ന് കണക്കാക്കിയാൽ മതി. അത് മാത്രല്ല, നീ ഏറ്റവും സ്നേഹിക്കുന്ന നിന്റെ നന്ദുവിനെ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും നിന്റെ ഭാര്യയായിട്ട് എന്നും പറയുന്നുണ്ട്. ഇത് കേട്ടാ പിന്നെ നമ്മുടെ അനിയുടെ സന്തോഷം നിങ്ങൾക്ക് അറിയാമല്ലോ. ഭയങ്കര ഹാപ്പി ആവാണ് നമ്മുടെ അനി. അവൻ എന്തായാലും ഈ ഒരു കാര്യം കൊണ്ട് ഏറ്റവും ഉപകാരം ഉണ്ടായത് അനിക്ക് മാത്രമാണ് കേട്ടോ. മുത്തശ്ശൻ കൊടുക്കാൻ പോകുന്ന 8ന്റെ പണി എന്താണെന്നുള്ളത് നമുക്ക് അടുത്തൊരു കണ്ട് മനസ്സിലാക്കാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.